ഹായ് കൂട്ടുകാരെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കവിത പഠിച്ചിരുന്നു അല്ലേ? ഏതായിരുന്നു? മണ്ണിൻ്റെ കിനാവുകൾ. കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞിരുന്നു. ഓർക്കണുണ്ടോ ആരെങ്കിലും? മണ്ണിൻ്റെ കിനാവുകൾക്കകത്ത് എന്താ പറഞ്ഞത്? മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറേ പൂക്കളുടെ കാര്യങ്ങൾ അല്ലേ? കുറേ പൂക്കളുടെ പേരുകൾ പറഞ്ഞു, ആ പൂക്കളുടെ സൗന്ദര്യവും അല്ലേ, അതിനെക്കുറിച്ച് ഭംഗിയെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? മുക്കുറ്റി, പൂത്തുമ്പകള്, ജമന്തി, കോളാമ്പിപ്പൂവ്, പനിനീർപ്പൂവ് അല്ലേ, മുല്ലപ്പൂവ്, വാടാമലരുകൾ, ഇങ്ങനെ കുറേ പൂക്കളുടെ പേരുകൾ. ഈ പൂക്കളുടെ പേരൊന്നും നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ക്ലാസ് കേട്ടുമ്പോൾ നിങ്ങൾ അപ്പോൾ ആ പേരങ്ങ് നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ ഇത്രയും കുറച്ച് അതിൻ്റെ ആശയം സാറൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ? ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിയിടും വാടാമലരുകൾ എന്നുള്ളതാണല്ലേ. അവിടെ കൊണ്ട് നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ് തൂമലരുകളായിട്ടുള്ളത്? വാടാമുല്ല അല്ലെ. വാടാമുല്ലയുടെ സൗന്ദര്യം ഭൂമിയെ വളരെയേറെ ചുവന്ന നിറമുള്ളതാക്കി മാറ്റി. എന്നിട്ട് പറയുകയാണ്, പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും അല്ലേ. തീർന്നില്ല. കവി പറയുക, പൂക്കൾ എത്രയോ, 4-5 പൂവാണോ? മുല്ലയോ മാത്രമാണോ? പനിനീർപ്പൂ മാത്രമാണോ? അല്ല. എന്തൊക്കെയാണ്? പൂക്കളെത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. ഓരോ ദിവസവും പൂക്കൾ ഇങ്ങനെ വിടർന്നു വീണോണ്ടിരിക്കുക. എത്രയോ പൂക്കളാണ് ഭൂമിതൻ മക്കളായിട്ട് ദിവസവും ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ചെടിയിലും ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ മക്കളായി, ഭൂമിയുടെ മക്കളായിട്ട് അവരിങ്ങനെ പിറന്ന് വീണോണ്ടിരിക്കുകയാണ്. ആ കാഴ്ച നമ്മൾ വല്ലതും കാണുന്നുണ്ടോ? എവിടെ കാണാൻ അല്ലേ? എന്നൊന്ന് കാണണം കേട്ടോ. അപ്പോ നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. എന്താ പറയുന്നേ? നീലവാനം, ആകാശം മിഴി, നീലവാനം. മാനം എന്ന് പറഞ്ഞ എന്താ? ആകാശം. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ അല്ലേ. ആകാശം മിഴികളുള്ളവര് ഈ മഴ പെയ്യ്ക്കുന്നവരാണ്. അവർക്ക് ആകാശത്തിന് മാല ചാർത്തുന്നവരാണ്. എന്നിട്ടാ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. എന്ത് വെയിൽ വന്നാലും എന്നെ തൊടാൻ പറ്റത്തില്ല അല്ലേ. ഒരു വെയിൽ വരുമ്പോഴേ അയ്യോ വാടി തളർന്ന് ഒന്നിക്ക് മേലെ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അല്ലേ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ്സിലിരിക്കുന്ന ചില പിള്ളേരൊക്കെ ഇങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മയങ്ങി ഇങ്ങനെ കുറേ കഴിയുമ്പോഴോട്ട് കൂർക്കം വലിക്കും അല്ലേ. അതുപോലാണോ? ഞങ്ങളങ്ങനെ ചെയ്യാറ്. നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞ. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. എന്നാ ചൂട് വന്നാലും ഞങ്ങളിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഞങ്ങൾ നല്ല അല്ലേ പവർഫുള്ളാണ്. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. നമ്മളെയൊക്കെ നോക്കി പൂക്കൾ ഇങ്ങനെ ചിരിക്കും അല്ലേ. പൂവിൻ്റെ ഭാവം തുറന്നല്ലേ നിൽക്കുന്നത്, ഇതളുകളൊക്കെ നിർത്തല്ലേ. പൂ ഇങ്ങനെ നമ്മളെ കാണുമ്പോഴത്തേക്ക് കണ്ണടച്ചിരിക്കുകയാണോ? അല്ല. നമ്മളോടുള്ള ഇഷ്ടക്കേട് വല്ലതും കാണിക്കാറുണ്ടോ? ഇല്ല. എന്താണ്? ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഏത് ഇരുട്ടത്ത് പോയാലും ഇവിടെ ഒരു പൂവുണ്ട് കേട്ടോ, ആ സുഗന്ധമൊക്കെ നമുക്കങ്ങ് ആസ്വദിക്കാൻ പറ്റും. നമ്മളൊന്ന് നോക്കിപ്പോകും. പൂക്കൾ മണ്ണിൻ്റെ, എന്താ കവി പറയുന്നത്? വെറുതെ ഒന്നും അല്ല. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ. നമ്മൾ ഒത്തിരി താലോലിക്കുന്ന, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഓമൽ, നല്ല ഓമൽ കിനാവാണ്. വലിയൊരു കിനാവാ, സ്വപ്നമാണത്. ഇതൊരു ഭൂമിയുടെ സ്വപ്നമാണ്, നിസാരമൊന്നുമല്ല. പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. നമ്മളെ ജീവിപ്പിക്കാൻ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹം വളർത്തുന്ന, ആ പ്രതീക്ഷ വളർത്തുന്ന ഒന്നാണ് ഈ പൂക്കൾ. ഈ പൂക്കൾ വെറും പൂക്കളല്ല അല്ലേ കൂട്ടുകാരെ. ഇത് വെറും പൂക്കളല്ല. കവി പറയുന്നു, പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ എന്താണ്? മണ്ണിന്റെ ഓമൽ കിനാവാണ്. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം എന്താണ്? ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. സ്നേഹം പകർന്നത് സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. പൂക്കൾ ജീവൻ നൽകുന്നു അല്ലേ. സ്നേഹം നമ്മൾ വളർത്തുന്നു, പ്രതീക്ഷ നൽകുന്നു, പ്രേമമാകുന്നു. നല്ല പ്രതീക്ഷകൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ഈ പൂക്കൾ ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുന്നത് അല്ലേ. എന്നാ ഒരു കാഴ്ചപ്പാടാ കവിയുടെ. ആരാ കവിത എഴുതിയത്? പി മധുസൂദൻ എന്ന് പറയുന്ന കവിയുടെ ഭൂമി പാടുന്ന ശീലുകൾ. ഓർക്കണം കേട്ടോ, ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഏതാണ് കവിതയാണ്? മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, പൂക്കൾ എങ്ങനെയാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത്, അവ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്, നമ്മളെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നൊക്കെ കവി ഇങ്ങനെ പറയാതെ പറയുകയാണ്. കവിത ഇഷ്ടമായോ? കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്ക് കവിതയൊന്ന് ഈണത്തിലൊന്ന് ചൊല്ലി നോക്കിയാലോ. ഇതിനകത്ത് പറയുന്നുണ്ട്, കവിത
ഈണത്തിൽ ചൊല്ലാനായിട്ട് പറയുന്നുണ്ട് അല്ലേ? ആദ്യം എല്ലാവരും ഈ കവിത മൗനമായിട്ട് ഒന്ന് ഈണത്തെ ചൊല്ലാൻ പറയുന്നുണ്ട്, ട്യൂണ് കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾക്ക് കവിത ചൊല്ലാൻ അറിയാമായിരിക്കുമല്ലോ. ഏതായാലും നിങ്ങൾ 1, 2, 3, 4 ക്ലാസ്സൊക്കെ പഠിച്ചു വന്ന കുട്ടികളല്ലേ അല്ലേ? കവിതയും കഥയും ഒക്കെ പറയാനും പഠിക്കാൻ അല്ലേ നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാകും എങ്ങനെ കഥ പറയണം അല്ലേ? കഥ പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ തുടങ്ങും? ഒരിടത്ത് ഒരു ആനയുണ്ടായിരുന്നു അല്ലെ, ആമയുണ്ടായിരുന്നു അല്ലേ? കവിത ചൊല്ലാനായിട്ട് എഴുതിയ സുകുമാരി ടീച്ചറുടെ കവിത, കുമാരനാശാൻ്റെ കവിത അല്ല, വയലാറിൻ്റെ കവിത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യുവനോത്സവത്തിലൊക്കെ കവിത ചൊല്ലാറില്ലേ? അന്നേരം കവിത ചൊല്ലുന്നത് എങ്ങനെയാണ്? കാണാപ്പടം പഠിച്ചാണോ? അല്ല. എങ്ങനെയാണ് കവിത ചൊല്ലുന്നേ? നമുക്കൊന്ന് കവിത ചൊല്ലാൻ നോക്കിയാലോ? സാർ ട്യൂണി ചൊല്ലാവേ. ഇപ്പൊ മണ്ണിൻ്റെ കിനാവുകൾ തുടങ്ങുകയാണേ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവൂ നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. എങ്ങനെയാ? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവൂ നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. എന്നിട്ട് അടുത്തവർ എങ്ങനെ പറയണേ? മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടും വാടാമലരുകൾ. അപ്പോ നിങ്ങളെല്ലാവരും ഈ ഒരു ട്യൂണിൽ സാറിനൊപ്പം ഈ കവിത ചേർന്ന് ചൊല്ലണം കേട്ടോ. പൂക്കളെത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെയോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. എങ്ങനെയാണ്? പൂക്കൾ ജീവന്റെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷകളാണ് എന്ന് പറഞ്ഞ കവി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈണത്തില് സാറ് ട്യൂണിട്ട് തന്നു അല്ലേ? ഇനി നിങ്ങൾ ഈണത്തിൽ നിങ്ങളാണ് ചൊല്ലേണ്ടത് അല്ലേ? ക്ലാസ്സിലൊക്കെ ചെന്ന് ടീച്ചറെ ഞാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കവിത ഇല്ല കേട്ടോ. അപ്പൊ എന്താ കവിത ഈണത്തില് പാടാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യമാണ് കേട്ടോ കവിത ഈണത്തില് ഒന്ന് ചൊല്ലാനായിട്ട്. അപ്പൊ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പൂക്കളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ പൂവാണ്? മുക്കുറ്റിയെ കുറിച്ച് പറയുന്നു, തുമ്പയെ കുറിച്ച് പറഞ്ഞു, ജമന്തിയെ കുറിച്ച് പറഞ്ഞു, പിന്നെയോ ഏതൊക്കെ പൂവാ? കോളാമ്പി പൂവിനെ കുറിച്ച് പറഞ്ഞു, പനിനീർപ്പൂ അല്ലെ, റോസാ പൂവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെന്താ കുരുക്കുത്തി മുല്ലപ്പൂവിനെ കുറിച്ച്, വാടാമലരുകൾ അല്ലേ, വാടാമല്ലിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഏത് പൂവിനെ കുറിച്ചാ പറഞ്ഞത്? ഇങ്ങനെ ഒരുപാട് പൂക്കളെ കുറിച്ച് അല്ലേ? ഈ പൂക്കളൊക്കെ ഭൂമിക്ക് വളരെയേറെ ഭംഗി നൽകുന്നവരാണ്, ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പ് അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നവരാണ്, പ്രതീക്ഷ നൽകുന്നവരാണ്, നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ്. ഇതാണ് കവിതയുടെ ആശയം. അപ്പോൾ ഇതിനകത്ത് പഠന പ്രവർത്തനങ്ങളിൽ പൂക്കളെ പരിചയപ്പെടാമെന്നും പറഞ്ഞ് പറയുന്നുണ്ട് അല്ലേ? പൂക്കളെ പരിചയപ്പെടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കടങ്ങളിൽ വരച്ച് പേരെഴുതുക. അപ്പോൾ കണ്ടോ മുക്കുറ്റിയുടെ നിറം കണ്ടോ? മഞ്ഞപ്പൂവൊക്കെ ആയിട്ട് കണ്ടോ? പച്ചലയിൽ മഞ്ഞപ്പൂവൊക്കെ ആയിട്ട് കണ്ടോ? ജമന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ കൂടുതലും ജമന്തിപ്പൂ കണ്ടിട്ടുണ്ട്. അത്തപ്പൂക്കളൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ജമന്തിപ്പൂവും പനിനീർപ്പൂവും ഒക്കെ, റോസാപ്പൂവ്, മുല്ലപ്പൂ അറിയാം അല്ലേ, വാടാമല്ലി, കോളാമ്പിപ്പൂ നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ വഴിയിലൊക്കെ നമ്മൾ ഈ നടന്നു അല്ലെ, വഴി സൈഡിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുന്ന കാണാം. തുമ്പ ഇപ്പോൾ കാണാനായിട്ട് വളരെ കുറവാണ്. തുമ്പയൊക്കെ ഓണസമയത്ത് തുമ്പപ്പൂ എടുത്ത് അല്ലേ നമ്മളിങ്ങനെ അത്തപ്പൂവിൻ്റെ നടുക്ക് സൈഡിൽ ഇങ്ങനെ വെക്കും അല്ലേ. മാവേലി മന്നന് വന്ന് നോക്കുമ്പോഴത്തേക്ക് തുമ്പപ്പൂവാണ് നോക്കുന്നത്. ഇന്ന് തുമ്പപ്പൂ കാണണമെങ്കിൽ വലിയ പാടാണ് അല്ലേ. പാട വരുമ്പോഴത്തൊക്കെ ചില പാടമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ
ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടെങ്കിലായി. പിന്നെ കൃഷ്ണകിരീടം അല്ലേ, കണ്ടോ ഇങ്ങനെ കിരീടം പോലെ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള പൂക്കളൊക്കെയാണ്. ആ ചിത്രം ഒന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇതൊക്കെയാണ് മുക്കുറ്റി, ജമന്തി, പനിനീര് അല്ലേ, പനിനീർ പൂവ്, മുല്ല, വാടാമല്ലി, കോളാമ്പി, തുമ്പ, കൃഷ്ണകിരീടം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചിത്രങ്ങൾ എടുത്ത് നിങ്ങൾക്ക് സ്വയം വരച്ച് ഇത് നോക്കിയിട്ട് വരച്ച് നിങ്ങൾക്ക് നല്ല കളറൊക്കെ കൊടുത്ത് പേരൊക്കെ എഴുതി നിങ്ങൾക്ക് ബുക്കിൽ സൂക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് കുറേ പൂക്കളുടെ പേരുകൾ പഠിക്കാൻ പറ്റും, കുറേ പൂക്കളെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെയോ, അപ്പം ഇങ്ങനെ സാറ് കുറച്ച് ജമന്തി പൂവിൻ്റെ ഒരു പടമാണ് കണ്ടോ, റോസ്. അപ്പോൾ മുക്കുറ്റി ഓരോ പൂവിനും ഓരോ സവിശേഷതകളുണ്ട്, ഓരോ പ്രത്യേകതകളുണ്ട്, ഔഷധ ഗുണമൊക്കെ ഉണ്ട് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പൂക്കൾക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഈ മുക്കുറ്റിയിൽ തൊടിയിലെല്ലാം നിലത്തോട് ചേർന്ന് പടർന്നു വളരുന്ന മുക്കുറ്റി ചെടി അറിയാത്തവരാരും ഉണ്ടാകില്ല. എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ വഴിയില്ല. സാധാരണ സസ്യം എന്ന ഗണത്തിൽ ഇതിനെ പലരും കാണാറും ഉണ്ട്. എന്നാലും ചെറിയ മഞ്ഞപ്പൂക്കളുള്ള ഈ സസ്യം സ്ത്രീകൾക്ക് പ്രധാനമെന്ന് വേണം പറയാൻ. തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. തിരുവാതിര സമയത്ത് അമ്മമാർ, സ്ത്രീകളൊക്കെ തിരുവാതിര കളിക്കുമ്പോഴത്തേക്ക് ഈ പൂവാണ് തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്നത്. ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. പിന്നെ ഇതൊരു വിഷസംഹാരിയാണ്. എന്തെങ്കിലുമൊക്കെ വിഷം നമുക്ക് ഏറ്റാൽ ആ വിഷത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞൊക്കെ പണ്ടുള്ളവർ മുത്തശ്ശിയോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. ഇത് നമ്മൾ വേദസംഹാരി ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വിഷജീവികൾ ഇപ്പോൾ എട്ടുകാലി, പഴുത ഇങ്ങനെയൊക്കെ അടിച്ചാൽ ഇപ്പം ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞത് ഇങ്ങനെ ദേഹത്ത് തൂക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. കാരണം ഇപ്പം നമുക്ക് പേടിയാണ്. അപ്പം എന്താ കടിച്ചെന്ന് പോലും കൂടെ അറിയാം. നമുക്ക് കണ്ടുപിടിച്ചാൽ തന്നെയും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രമേഹത്തിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണം അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പാഠഭാഗത്ത്. ഏതെങ്കിലും ഒരു ചെടിയുടെ ഗുണത്തെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് എഴുതാനായിട്ട് പറയുന്നു. അപ്പം അതുകൊണ്ട് സാറ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ വിഷത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ള ഒന്നാണ് എന്ത്, മുക്കുറ്റി. കണ്ട, പാമ്പ് കടിക്ക് പോലും ഫലപ്രദമാണെന്നാണ് പറയുന്നത്. പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണിത്. ഇതിൻ്റെ ഇലകൾ വെറും വയറ്റിൽ കടിച്ച് ചവച്ച് കഴിക്കുന്നത്, ഇത് അരച്ച് കഴിക്കുന്നതുമെല്ലാം ഗുണം ചെയ്യും. ഇത് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ 1, 2, 3, 4 എണ്ണം എല്ലാം പഠിക്കണമെന്നില്ല. 3-4 പോയിന്റ്സ് അല്ലെ, വേദനസംഹാരി അല്ലെ വിഷസംഹാരിയാണ്. അതൊക്കെ നിങ്ങൾ എഴുതിയാൽ മതിയാവും കേട്ടോ. ബുക്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകുക. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാമല്ലോ കേട്ടോ. അപ്പം അങ്ങനെ പഠിക്കുക. അപ്പോൾ ഓർത്തു ചൊല്ലാം. അപ്പം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഏത് പൂവിനെ കുറിച്ചാണ് പറഞ്ഞത്? കവിതയിൽ പറഞ്ഞത്, കവിതയെ നോക്കിക്കേ, ഏത് പൂവിനെ കുറിച്ചാ? പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ അല്ലേ. എന്താണ് പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ? എന്താ പറയുക, മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് കവിതയിൽ ആദ്യം പറഞ്ഞത്. അപ്പൊ ചോദ്യം എന്താണ്? ഏത് പൂവിനെ കുറിച്ചാണ് കവിതയിൽ ആദ്യം പറഞ്ഞത്? മുക്കുറ്റിയെ കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യമാണേ. ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ഏതൊക്കെ പൂവിനെ കുറിച്ചാണ്? തുമ്പയെ കുറിച്ച് എന്താ പറഞ്ഞത്? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ അല്ലേ. തുമ്പ എന്താണ്? പൂനിലാവ് നുകർന്ന പൂത്തുമ്പ എന്നാ തുമ്പയെ കുറിച്ച് പറഞ്ഞത്. ജമന്തിയെ കുറിച്ചോ? സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ അല്ലേ. ജമന്തി എങ്ങനെയാ? സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ച പോലെയാണ് ജമന്തിയുടെ നിൽപ്പെന്നാ പറഞ്ഞ അല്ലേ. കോളാമ്പി പൂവിനെ കുറിച്ചോ? മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. മഞ്ഞ നക്ഷത്രം പോലെ വേലിയില് നല്ല മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ആ കോളാമ്പിപ്പൂവ്. പിന്നെയോ പനിനീർ പൂവിനെ കുറിച്ചോ? കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി. കാറ്റിലേക്ക് അതിന്റെ സുഗന്ധം മൊത്തം ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന പനിനീർ പൂവുകൾ. എന്തൊക്കെയാ പറഞ്ഞത്? മുക്കുറ്റിയെ കുറിച്ച് എന്ത് പറഞ്ഞു? പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ. തുമ്പയെ കുറിച്ച് എന്താ പറയുന്നത് കവി? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. ഓർത്തോണേ, ഓണപരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇത് ചോദിക്കും. അപ്പൊ നമുക്ക് അറിയില്ലെന്ന് പറയല്ലേ. പിന്നെയോ ജമന്തി, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ച ചന്തമാകെ പകർന്ന ജമന്തികൾ. കോളാമ്പിപ്പൂവ്. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. പനിനീർ പൂവിനെ കുറിച്ചോ? കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്നിട്ട് ഇത് വായിച്ച് നോക്കണം. ദിവസവും രാവിലെ എഴുന്നേറ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതോടൊപ്പം ഇത് നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ബൈ ബൈ.